തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അക്കമിട്ട് മറുപടി നൽകിയ വെള്ളാപ്പള്ളി നടേശൻ താൻ മുസ്ലിം വിരോധി അല്ലെന്നും വിമർശിക്കുന്നത് ലീഗിനെയാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മതേതരത്വം പറയാൻ ലീഗിന് എന്ത് അവകാശമെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയാൽ സംസ്ഥാനത്ത് സുനാമി ഉണ്ടാകുമോ എന്നും താൻ അയിത്ത ജാതിക്കാരനായതിനാലാണ് അത്തരം ആക്രമണമെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. അതേസമയം മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും അഭിപ്രായപ്പെട്ടു. മുന്നോടിയായി നടത്തിയ പ്രസ്താവനകളെയെല്ലാം ന്യായീകരിച്ചും വിശദീകരിച്ചുമാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ലീഗിനെതിരായ വിമർശനങ്ങളായിരുന്നെന്നും താൻ മതേതരവാദിയാണെന്നും വെള്ളാപ്പള്ളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മതേതരത്വം പറയുന്നവർ മതാധിപത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനം. അത് ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശനം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ സമുദായത്തിൽ പിണറായി എന്ത് തന്നു? അതൊക്കെ ഒരുമാതിരി കുറ്റം പറയാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്നെ എന്റെ സമുദായത്തിന് താറടിച്ച് കാണിക്കാനല്ല ഇവരെല്ലാം ചെയ്യണത്. ഈ ലീഗുകാരെ മതേതരത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ? മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതിനെ വിമർശിക്കുന്നവർ താൻ അയിത്ത ജാതിക്കാരനായതിനാലാണ് ആ പ്രചാരണം നടത്തുന്നതെന്നും പാണക്കാട്ടെ തങ്ങൾമാരുടെ കാറിൽ മറ്റാരെങ്കിലും കയറ്റുമോ എന്നും ചോദിച്ചു. ഞാൻ പിണറായിയുടെ വണ്ടി കയറി എന്ന് പറഞ്ഞാലും എന്താണ്, ഞാൻ അയിത്ത ജാതിക്കാരനായി പോയതുകൊണ്ടാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിയുടെ വണ്ടി എന്ന് ഞാനൊന്ന് കയറി എന്നിട്ട് ഈ രാജ്യത്ത് എന്താണ് മതേതരത്വം നഷ്ടപ്പെട്ടു പോയോ? ഇവിടെ മുസ്ലിമിന്റെ വണ്ടിക്കാരുണ്ട്, മുസ്ലിം ലീഗുകാര്. അവരുടെ വണ്ടിയിൽ അവരുടെ ആളുകളല്ലാതെ വേറെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? തങ്ങളുടെ വണ്ടി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും കയറ്റുന്നുണ്ടോ? ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആ ഒരു വണ്ടി കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് എന്നാ സുനാമി സംഭവിച്ചോ? LDFന്റെ തോൽവിക്ക് കാരണം താനല്ലെന്നും വികസന പ്രവർത്തനങ്ങൾ ജനഹൃദയത്തിലെത്തിക്കാൻ ഇടതണികൾക്ക് കഴിയാതെ പോയതാണെന്നും വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. അതേസമയം മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിലെത്താൻ സാഹചര്യമുണ്ടെന്നും പ്രാദേശിക നേതാക്കൾ ചട്ടം പിത്തരം വിടണമെന്നും വെള്ളാപ്പള്ളിയുടെ ഉപദേശം. പാർട്ടി അണികളിൽ ചില ആളുകൾ മസിൽ പിടുത്തം, ഭീഷണിയും ചട്ടപ്പിത്തരം കാണിച്ചു ആരെയും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കില്ല, കൂട്ടത്തിൽ വരത്തില്ല. ജനങ്ങളെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ അണികൾക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി കുപ്പായം തുന്നുന്നുണ്ടെന്നും അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവസാനിക്കുമെന്നും വെള്ളാപ്പള്ളി. എന്റെ പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം മുഖ്യമന്ത്രിയായ കുപ്പായം തയ്ച്ചിട്ടിരിക്കല്ലേ. പക്ഷെ അത് മലപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ അതിനകത്തുള്ളവർ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പരാജയത്തിന് പിന്നാലെ പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിൽ ഘടകകക്ഷികൾക്കും വിമർശനം. കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിൽ, നല്ലതെല്ലാം മറ്റുള്ളവരുടെ. അങ്ങനെ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും പിണറായിയെ തള്ളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിറകെട്ട രാഷ്ട്രീയമാണ്. ഇപ്പോഴത്തെ ഈ ഭരണത്തിന്റെ 10 കൊല്ലം കുറെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു. അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ പാർട്ടി അണികൾക്ക് സാധിച്ചിട്ടില്ല. തദ്ദേശ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ LDF തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാട്ടിയത് വെള്ളാപ്പള്ളി നടേശനോട് LDF വിശിഷ്യ CPIM അനുഭാവ നിലപാട് സ്വീകരിച്ചുവെന്നതാണ്. അയ്യപ്പ സംഗമ വേദിയിൽ ഒന്നിച്ചെത്തിയതും മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPIM നേതാക്കൾ മൗനം പാലിച്ചതും വോട്ട് നഷ്ടപ്പെടാൻ കാരണമായെന്ന് വിമർശനമുയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.